ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ മൊരായിരിക്കുന്ന പഴംപൊരി നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ 2 ഗ്ലാസ് മൈദപ്പൊടി എടുത്ത് കുറച്ച് മാത്രം വറുത്ത അരിപ്പൊടി, അതൊരു കുഴിയും തവിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള്, അത് നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം പഞ്ചസാര, കറുത്ത എള്ള്, പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ചതച്ച് ഒരു നുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളത് എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി ഒരു തുള്ളി മാത്രം മാവിട്ട് കൊടുത്ത് ഒരു പഴം 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ ഈ ചട്ടുകം വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴംപൊരിയും ബീഫും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ വീട്ടിലെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഷഫ്നത്ത് വന്ന സമയത്ത് ഇതുപോലെ പഴമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ കാണാനും എന്നെ കാണാനും നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സ്നേഹം അറിയിക്കുവാണ്. കുറേ ദിവസമായി ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ലൈവ് ഇടുന്നില്ല, വീഡിയോയിൽ വരാത്തതെന്ന്. ഞാൻ എന്തായാലും തിരിച്ചൊക്കെ വരുന്നുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. 1-2 കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നതിൻ്റെ അന്നാണ് ഞാൻ ഈ ഒരു പഴംപൊരി വെച്ചത്. അപ്പോൾ പഴംപൊരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.